ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്ന ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന ലൈക്കും കമന്റും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിംഗ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ്. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളൊരു ബൈയോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ്. നമ്മളിവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. സുശാന്താണ്. പോളിക്യാപ്പ് ഇൻഡസ്ട്രീസ്. പോളിക്യാപ്പ് നമ്മുടെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കാണ്. മൾട്ടി ഫോൾഡ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ദിവാലി പിക്കായിരുന്നു. അവിടെ നിന്നും ഏകദേശം 1300 രൂപയുടെ പ്രോഫിറ്റ് ഒരു ഷെയറിലും നൽകി. അവിടുന്ന് കറക്ഷൻ വന്നു. ഇപ്പോൾ 6300 നിലവാരത്തിലാണുള്ളത്. ഇന്നലെ റിസൾട്ടിന് ഒരു 500 രൂപയുടെ വേരിയേഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നല്ല റിസൾട്ടാണ് Q3 വന്നിരിക്കുന്നത്. ആ റിസൾട്ട് ശരിക്കും ഡിസ്കൗണ്ട് ചെയ്യാതെയാണ് മാർക്കറ്റിലൊരു ഫോളോ വന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനും സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും അതിന് കാരണം. അപ്പോൾ പ്യൂർലി ഞാനതിന് ടെക്നിക്കൽ റീസണായിട്ട് കാണുന്നു. ഇനി സ്റ്റോക്കിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊന്നും നോക്കാം. ഇപ്പോഴും ആ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ മച്ച് ലോവർ വാല്യൂഷൻ ആണെന്ന് ഞാൻ പറയും. കാരണം Q3 FY25 ഈ വർഷത്തെ Q3 റവന്യൂവിൽ 20% വർധന, സെയിൽസിൽ 20% വർധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഉള്ളത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 5% കുറവുണ്ട്. അത് വേറൊന്നുമല്ല, കോപ്പർ പ്രൈസ്. ഇവർ വയറും കേബിളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം കോപ്പറാണ്. കോപ്പറിൻ്റെ വിലയിൽ 8% ഡിക്ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നോക്കുന്ന സമയത്ത് റവന്യൂ കുറഞ്ഞതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ Q3 ഇബിറ്റ 14% ഗ്രോത്താണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കാണിച്ചിരിക്കുന്നത്. 27% ഗ്രോത്താണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബിസിനസ്സിൽ ഇബിറ്റ മാർജിൻ കാണിച്ചിരിക്കുന്നത്. 720 കോടി രൂപയുടെ ഇബിറ്റയാണ് കാണിച്ചത്. 14% ഇബിറ്റ മാർജിൻ ഉണ്ട്. എക്സ്പോർട്ട് റവന്യൂ കമ്പനിക്ക് കൂടിയിട്ടാണുള്ളത്. 8.3% ടോട്ടൽ റവന്യൂയുടെ 8.3% എക്സ്പോർട്ട് റവന്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് 6.1% അതുപോലെ തന്നെ FMEG, അതായത് ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രിക്കൽ ഗുഡ്സിൽ റവന്യൂ കോസ്റ്റ് അബ്സോർപ്ഷൻ കൂടുതലാണ്. ക്വാർട്ടർലി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ 464 കോടി രൂപയാണ്. അതിലും 4% വർധനവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 11% വർധനവ് ഇയർ ഓൺ ഇയറിലും കാണിച്ചിട്ടുണ്ട്. അതർ ഇൻകം, അതായത് ബിസിനസ്സിൽ നിന്നല്ലാതെ മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ, കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 70 കോടി രൂപയായിരുന്നു. അത് ഇപ്പോൾ കുറഞ്ഞ് 25 കോടി രൂപയായിട്ടുണ്ട്. എന്നിട്ട് കൂടി പ്രോഫിറ്റിൽ യാതൊരു കുറവുമില്ല. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കൂടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധമില്ല. പോളിക്യാപ്പിൻ്റെ റവന്യൂ ഗൈഡൻസ് നോക്കുന്ന സമയത്ത് 2026 അവരെത്ര സെയിൽസ് അച്ചീവ് ചെയ്യാൻ വിചാരിച്ചോ അതിപ്പോൾ തന്നെ കമ്പനി അച്ചീവ് ചെയ്തതായിട്ട് കാണുന്നു. 20,000 കോടി രൂപ. അതുപോലെ തന്നെ 2029 എസ്റ്റിമേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രിയുടെ 1.5 ഇരട്ടി ഗ്രോത്താണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. വയർ ആൻഡ് കേബിൾ സെഗ്മെന്റിൽ ഹൈ മാർജിൻ എക്സ്പോർട്ട് 10% സെയിൽസിൻ്റെ ആക്കി മാറ്റുക. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 8.3% ഉള്ളത് അത് 10%, ടോട്ടൽ റവന്യൂയുടെ 10% എക്സ്പോർട്ട് റവന്യൂ കൂട്ടുക. ആ എക്സ്പോർട്ട് റവന്യൂയുടെ പ്രത്യേകത ഹൈ മാർജിൻ ബിസിനസ്സാണ് അവിടെ വരുന്നത്. ഇബിറ്റ മാർജിൻ്റെ ഗൈഡൻസ് 11 മുതൽ 13%. അത് കൺസർവേറ്റീവായിട്ട് തോന്നുന്നു. കമ്പനിയുടെ ഗ്രോത്ത് 6,000 crore മുതൽ 8,000 crore വരെ അവരുടെ കപ്പാസിറ്റി അഡീഷന് വേണ്ടിയിട്ട് കമ്പനി ചെലവാക്കാൻ സാധ്യതയുണ്ട് അടുത്ത 5 വർഷത്തേക്ക്. അത് ഓരോ വർഷവും 1000 കോടി രൂപയായിട്ടാണ് അവർ നിലനിർത്തിയിരിക്കുന്നത്. ഇൻഡസ്ട്രി ഡിമാൻഡ്, അതായത് വയർ ആൻഡ് കേബിൾ സെഗ്മെന്റിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പവർ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ പല സെക്ടറിലുള്ള ഡിമാൻഡാണ് ഈ പറയുന്ന വയറും കേബിളുകൾക്കുള്ള ഡിമാൻഡ് കൂട്ടുന്നത്. അതിലൊന്ന് ഡാറ്റാ സെന്റേഴ്സാണ്. ഡാറ്റാ സെന്റേഴ്സ് 10 ഇരട്ടിയുടെ വളർച്ചാ സാധ്യതയാണ് അടുത്ത കുറച്ച് വർഷങ്ങളിൽ കാണുന്നത്. റിയൽ എസ്റ്റേറ്റിൽ 3 ഇരട്ടി വളർച്ചയാണ് കാണുന്നത്. ഗ്ലോബൽ കപ്പാസിറ്റി സെന്റേഴ്സും അതുപോലെ തന്നെ 23 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ക്ലീൻ എനർജി സെക്ടറിൽ 2030 വരെ പ്രതീക്ഷിക്കുന്നത്. ഈവൻ പ്രൈവറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കിക്കഴിഞ്ഞാൽ പോലും പിക്കപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രസന്റ് യൂട്ടിലൈസേഷൻ ലെവൽ വെറും 75%. കമ്പനിയുടെ 75% മാത്രമേ യൂട്ടിലൈസ് ചെയ്തുള്ളൂ. 25% ഇപ്പോഴും കപ്പാസിറ്റി എഡിഷൻ ബാക്കിയുണ്ട്.
അതുപോലെ തന്നെ പോളിക്യാപ്പ് 2 ഭാരത് നെറ്റ് ഓർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ L1 ബിഡറാണ്. അത് BSNL നിന്ന് ഏകദേശം 5649 കോടി രൂപയുടെ ഓർഡർ ഭാരത് നെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ വാല്യൂഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ വാല്യൂഷൻ ഇപ്പോഴും അട്രാക്റ്റീവാണ്. 2026 കമ്പനി ഒരു ഷെയറിന് മുകളിൽ 150 രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് EPS ആയിട്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് വെറും 41x അതിപ്പോൾ എനിക്ക് തോന്നുന്നു അണ്ടർ ഡിമാൻഡിങ് ആണ്. മാർക്കറ്റ് ലീഡർ വെച്ച് നോക്കുന്ന സമയം 19% മാർക്കറ്റ് ലീഡർഷിപ്പ് ഉള്ളൊരു കമ്പനിയാണ്. 21% റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ളൊരു കമ്പനിയാണ്. ഇൻഡസ്ട്രിയുടെ ടെയിൽവിൻഡ് വളരെ സ്ട്രോങ് ആണ്. അത് നോക്കുന്ന സമയത്ത് KE എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 49x ഈ കമ്പനിയുടെ, അതായത് പോളിക്യാപ്പിൻ്റെ വെറും പകുതി മാത്രമാണ് KEയുടെ സെയിൽസ് എന്ന് പറയുന്നത്. 10% മാത്രമാണ് EBITDA മാർജിൻ ഉള്ളത്. അതേസമയം മറ്റൊരു പെയർ ആയിട്ടുള്ള RR കേബിൾസ് എടുത്തു കഴിഞ്ഞാൽ 50 മുകളിലാണ് അവരുടെ P. ഈ പറയുന്ന നമ്മുടെ പോളിക്യാപ്പിൻ്റെ 1/3 സെയിൽസ് മാത്രമുള്ളൊരു കമ്പനി പോലും അത്രയും ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ലീഡറായിട്ടുള്ള ഈ ഒരു കമ്പനിക്ക് ഇത്രയും ചെറിയ വാല്യൂഷനിൽ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 8,000 10,000 ഒക്കെ പോകാൻ കപ്പാസിറ്റി ഉള്ളൊരു സ്റ്റോക്കാണ് വരുന്ന വർഷങ്ങളിൽ. സോ ഒരു ഫണ്ടമെൻ്റൽ സ്റ്റോക്കായിട്ട് കണ്ട് പോളിക്യാപ്പിന് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് മാത്രമാണ് എൻ്റെ ഒരു സജഷൻ. സോ ഓരോ ഡിപ്പിലും ചെറിയ രീതിയിലെങ്കിലും മാർക്കറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് സ്റ്റിൽ ഐ ബിലീവ് പോളിക്യാപ്പ്. താങ്ക് യു. നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ റിസർച്ചിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന സ്റ്റഡികളാണ്. ഇതിലൊരു ബൈയോ സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമന്റുമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.